ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഓസ്ട്രേലിയൻ വനിതാ ടീമിനെതിരെ ഒരു നിർണായക ടെസ്റ്റ് മത്സരത്തിലാണ്. പെർത്തിലെ ചരിത്രപ്രസിദ്ധമായ വാക്കർ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഒറ്റ ടെസ്റ്റ് മത്സരം മാർച്ച് 6-നാണ് തുടങ്ങിയത്. 9-ാം തീയതി വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ അലീസ ഹീലിയുടെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം എന്ന പ്രത്യേകതയും ഈ ടെസ്റ്റിനുണ്ട്. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീമിന് ഓസ്ട്രേലിയക്കെതിരെ നടന്ന മൾട്ടിഫോർമാറ്റ് പരമ്പരയിലെ ഏകദിന മത്സരങ്ങളിലെ തോൽവികൾക്ക് ശേഷം ശക്തമായി തിരിച്ചുവരാൻ ഈ മത്സരം ഒരു നിർണായക അവസരമാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനങ്ങളും പുതിയ പ്രതിഭകളുടെ കടന്നുവരവും നമ്മൾ കണ്ടു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 198 റൺസിന് ഓൾ ഔട്ടായി. അനുഭവസമ്പന്നരായ കളിക്കാരും വനിതാ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവപ്രതിഭകളും തമ്മിലുള്ള ഒരു ഗംഭീര പോരാട്ടത്തിനാണ് ഈ മത്സരം വേദിയാവുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ഓസ്ട്രേലിയൻ ബൌളിംഗ് തുടക്കത്തിലെ പ്രതിരോധത്തിലാക്കി. പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഒരുപോലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മിന്നുന്ന പ്രകടനം നടത്തിയവരിൽ പ്രധാനിയാണ് ഇടങ്കേൻ പേസ് ബൌളറായ ലൂസി ഹാമിൽട്ടൺ. ഈ മത്സരത്തിലൂടെയാണ് ലൂസി ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത്. 2026 മാർച്ച് 1-ന് ഇന്ത്യക്കെതിരെ തന്നെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ച ലൂസിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വളർച്ച അതിവേഗമായിരുന്നു. WBBL 10-ൽ വനിതാ ബിഗ് ബാഷത്തിൽ 5 വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ലൂസിക്ക് സ്വന്തമായിരുന്നു. ആഭ്യന്തര തലത്തിലെ ഈ മികച്ച പ്രകടനങ്ങളാണ് അവളെ ദേശീയ ടീമിലെത്തിച്ചത്. ഈ ടെസ്റ്റ് മത്സരത്തിൽ ലൂസി ഒരു നിർണായക വിക്കറ്റ് വീഴ്ത്തി. ഇത് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറിൽ വലിയ സ്വാധീനം ചെലുത്തി. സഹ ഓസ്ട്രേലിയൻ പേസർമാരായ ഡാർസി ബ്രൌണും അന്നബൽ സദർലാൻഡും നിർണായക പങ്കുവഹിച്ചു. ഡാർസി ബ്രൌണിന്റെ പന്തിൽ ഇന്ത്യയുടെ ക്രാന്തി ഗൌഡിനെ സദർലാൻഡ് ക്യാച്ചിലൂടെ പുറത്താക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയുടെ മികച്ച ബോളിംഗിനെതിരെ ഇന്ത്യൻ ഇന്നിംഗ്സിൽ ടീം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ സ്ഥിര സാന്നിധ്യമായ ജെമിമ റോഡ്രിഗസ് പോലുള്ള താരങ്ങളുടെ സംഭാവനകൾ ടീമിന്റെ പ്രകടനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ദേശീയ ടീമിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ടുവരുന്ന സയാലി സദ്ഗരെ ഈ ഇന്ത്യൻ ടീമിലെ പ്രധാനപ്പെട്ട ഒരു ഓൾറൗണ്ടറാണ്. 2025 ജനുവരിയിലാണ് സദ്ഗരെ തന്റെ ഏകദിന അരങ്ങേറ്റം നടത്തിയത്. അവളുടെ കരിയറിൽ വനിതാ പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 2024-ലും 2025-ലും ഗുജറാത്ത് ജയന്റ്സിനു വേണ്ടിയായിരുന്നു അവൾ കളിച്ചത്. വരാനിരിക്കുന്ന 2026 WPL സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സദ്ഗരയെ സ്വന്തമാക്കി. വ്യക്തിപരമായ കാരണങ്ങളാൽ WPLൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഓസ്ട്രേലിയൻ സീനിയർ താരമായ എല്ലിസ് പെരിക്ക് പകരക്കാരിയായിട്ടാണ് സദ്ഗരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെത്തിയിരിക്കുന്നത് എന്നത് എടുത്തുപറയേണ്ട ഒരു കാര്യമാണ്. ഒരു അവിസ്മരണീയമായ WPL മത്സരത്തിൽ സദ്ഗരെ എല്ലിസ് പെരിയുടെ വിക്കറ്റ് പോലും വീഴ്ത്തിയിരുന്നു. ഇത് അവളുടെ വളർന്നുവരുന്ന കഴിവുകളുടെ തെളിവാണ്. ഈ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്ന മറ്റൊരു ശ്രദ്ധേയ താരമാണ് ക്രാന്തി ഗൌഡ്. ഒരു റൈറ്റ് ആം മീഡിയം ഫാസ്റ്റ് ബൌളറായ ക്രാന്തി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ തന്റേതായ ഒരിടം കണ്ടെത്തി. 2003 ഓഗസ്റ്റിൽ ജനിച്ച ക്രാന്തി 2025 മെയ് മാസത്തിൽ നടന്ന ശ്രീലങ്ക ത്രിരാഷ്ട്ര പരമ്പരയിലൂടെയാണ് ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അതേ വർഷം ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ T20-ലും ക്രാന്തി കളത്തിലിറങ്ങി. 2025-ലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ കപ്പുയർത്തിയ ഇന്ത്യൻ ടീമിലെ ഒരു പ്രധാന അംഗം കൂടിയായിരുന്നു ക്രാന്തി. 2025 ജൂലൈയിൽ ക്രാന്തി ഒരു വലിയ റെക്കോർഡും സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനെതിരായ ഒരു ഏകദിനത്തിൽ 52 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റെടുത്തത് ക്രാന്തിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. ഈ പ്രകടനത്തിലൂടെ ഏകദിനത്തിൽ 5 വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡ് ക്രാന്തി സ്വന്തമാക്കി. വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ദേശീയ റെക്കോർഡ് കൂടിയാണ് അന്ന് ക്രാന്തി തിരുത്തിക്കുറിച്ചത്. പെർത്തിൽ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റിൽ ക്രാന്തി ഗൌഡിന് അധികം നേരം ക്രീസിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഡാർസി ബ്രൌണിന്റെ പന്തിൽ അന്നബൽ സദർലാൻഡ് ക്യാച്ചെടുത്ത് ക്രാന്തിയെ പുറത്താക്കുകയായിരുന്നു. ഇരു ടീമുകളിലെയും വളർന്നുവരുന്ന സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇത് വഴിയൊരുക്കിയത്. വാക്ക ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ ഒരൊറ്റ ടെസ്റ്റ് മത്സരം വനിതാ ക്രിക്കറ്റിൽ വരുന്ന മാറ്റങ്ങളെ ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. പ്രഗത്ഭരായ താരങ്ങളും അതേപോലെ യുവതാരങ്ങളും ഒരുമിച്ച് കളിക്കുന്നത് നമുക്കിവിടെ കാണാം. അലീസ ഹീലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങുന്ന ഈ സമയത്ത് ലൂസി ഹാമിൽട്ടൺ, സയാലി സാദ്ഗരെ, ക്രാന്തി ഗൌഡ് എന്നിവരെയൊക്കെ പോലുള്ള പുതിയ കളിക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള നല്ലൊരു വേദിയാണ് ഈ പരമ്പര. പിങ്ക് ബോളിൽ ഡേ നൈറ്റ് ആയി നടക്കുന്ന ഈ ടെസ്റ്റ് മത്സരം പല തന്ത്രപരമായ വെല്ലുവിളികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പുനരുദ്ധരിച്ച വാക്കാച്ചിൽ കളി തുടങ്ങുമ്പോൾ പേസ് ബൌളർമാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുമ്പോൾ കളി മുന്നോട്ടു പോകുന്തോറും സ്പിന്നർമാർക്കും സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയയും ഇന്ത്യയും ഒരു മാറ്റത്തിന്റെയും പുനഃസംഘടനയുടെയും ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ പരമ്പര യുവ കളിക്കാർക്ക് ഒരുപാട് വിലപ്പെട്ട അനുഭവങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം പരിചയസമ്പന്നരായ കളിക്കാരുടെ നിലവാരം എത്രത്തോളമുണ്ടെന്നും ഇത് കാണിക്കുന്നു. ഈ ടെസ്റ്റിൽ അവസാനിക്കുന്ന ഈ മൾട്ടിഫോർമാറ്റ് പരമ്പര മത്സരാധിഷ്ഠിതവും ആവേശകരവുമായ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട്.